അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന വളരെ ഗൗരവപ്പെട്ട എന്നാൽ കൗതുകപൂർവം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റമദാൻ മാസത്തിലെ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ അധികമാരും ചർച്ച ചെയ്യാത്ത, എന്നാൽ നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പല വിധത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, അത് ഖുർആനിലെ ഏത് ആയത്തിലാണ്, ഏത് രൂപത്തിലാണ് അതിൻ്റെ സയൻസ് എന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പ്രപഞ്ച സൃഷ്ടാവുമായിട്ടുള്ള ആകാശങ്ങളെയും ഭൂമിയെയും കടലിനെയും കരയെയും വൃക്ഷങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ആകാശലോകത്തുള്ള അനന്തകോടി അജ്ഞാതമായിട്ടുള്ള നക്ഷത്രങ്ങൾ അഖിലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവുമായിട്ടുള്ള കോൺവെർസേഷൻ, നിസ്കാരം, അസ്വലാത്ത്. ആ നിസ്കാരം വഴി നമ്മൾക്ക് ലഭിക്കുന്ന ശാസ്ത്രീയ ഗുണങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ ചർച്ചക്കാണ്, വളരെ വിശാലമായ ഗവേഷണ പ്രബന്ധങ്ങളെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഒരു പക്ഷേ റമദാനിൽ ആരംഭിച്ച, ഒരു പക്ഷേ അതിനു മുമ്പും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് ഗൂഗിൾ മീറ്റിലുണ്ടാവും. തീർച്ചയായും റമദാനിൽ തുടങ്ങിയ തഹജ്ജുദ്, അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തഹജ്ജുദ്, ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സയന്റിഫിക് ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണത് നമ്മുടെ ബോഡിയിൽ ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീപ്പ് സ്റ്റഡിയിൽ നിന്ന്, വളരെ ആഴത്തിലുള്ള പഠനത്തിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് എവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് തഹജ്ജുദ് നിസ്കരിക്കാൻ കൽപ്പിച്ചത് എന്നൊന്ന് കാണാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വിശുദ്ധ ഖുർആൻ 17ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു ഇസ്രായിലെ വളരെ നമ്മളെല്ലാവരുടെയും മനസ്സിനെ ഈ നോമ്പ് കാലങ്ങളിൽ, പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് കോരിത്തെരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആയത്താണ് സൂറത്ത് ഇസ്രായിലെ ഈ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രിയിൽ നിന്നും അല്പസമയം അതുമായി തഹജ്ജുദ്, ഉറക്കമുണർന്നുള്ള നിസ്കാരം നിസ്കരിച്ചു കൊള്ളുക. റസൂലിനോടാണ് ഈ ആയത്ത് ഫസ്റ്റ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് നിർബന്ധത്തിന് പുറകെ കൂടുതലായിട്ടുള്ളൊരു കാര്യം അയച്ചുമെന്ന നിലക്ക് നിന്റെ റബ്ബ് നിന്നെ സ്തുതിക്കപ്പെടുന്നതായ ഒരു സ്ഥാനത്ത് എഴുന്നേൽപ്പിച്ചു തന്നേക്കാം. ഒരായത്ത് ഇതാണ്, തഹജ്ജുദ്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, അതാണ് ആ കൽപ്പന. മറ്റൊരു ആയത്ത് വളരെ വലിയൊരു ആയത്താണ്, സൂറത്ത് മുസമ്മിലിലെ 73ാമത്തെ അധ്യായം, സൂറത്ത് അൽ മുസമ്മിലിലെ 17ാമത്തെ ആയത്താണ്. 20ാമത്തെ ആയത്ത്. വളരെ ദീർഘമേറിയ ഒരു ആയത്താണ്. ആയത്തിന്റെ ഈ തഹജ്ജുദുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വത്വാഇഫത്തും മിനല്ലദീന മഅക. അർത്ഥം, നിശ്ചയമായും നിന്റെ റബ്ബ് അറിയുന്നു
രാത്രിയുടെ ഏതാണ്ട് 2/3 പകുതിയും 1/3 നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും എഴുന്നേറ്റ് നിസ്കരിച്ചു വരുന്നുണ്ടെന്ന്. അല്ലാഹു ആ സ്വഹാബികളുടെ ആ സമയത്തുള്ള, സ്വഹാബത്തിന്റെ ആ സമയത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തായിരുന്നാലും തഹജ്ജുദ് നിസ്കാരം ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച ഒരു നിസ്കാരം തന്നെയാണ്. അപ്പൊ അതിനത്രയും പ്രാധാന്യം വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ഈ തഹജ്ജുദ് ആ സമയം 4 മണി സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരികയും നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്, ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന രീതിയിൽ അള്ളാഹു അടുത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അതിന് ദുആ കേൾക്കും, അതിന് ഉത്തരം നൽകും എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആത്മീയമായി അത്രയും ബെനിഫിറ്റ്സ് ഉള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നിർബന്ധമായി അത് നിർവഹിച്ച, എന്നാൽ നമുക്ക് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള തഹജ്ജുദ്, അതിൻ്റെ സയൻസ്, അതിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ചകൾ. ബെനിഫിറ്റ്സ് ഓഫ് തഹജ്ജുദ് വളരെ പ്രധാനപ്പെട്ടത്. പല പഠനങ്ങളും സ്റ്റഡീസും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പല തരത്തിലുള്ള, പല കോണുകളിൽ നിന്നുള്ള പഠനങ്ങൾ, ഡോക്ടേഴ്സിൻ്റെ പഠനങ്ങൾ വേറെ, ഇത് PhD നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷക പ്രബന്ധങ്ങൾ വേറെ, അങ്ങനെ പലതരത്തിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂറോളജിക്കൽ ഡിസീസ് ലൈക്ക് പാർക്കിൻസൺ പോലെയുള്ള രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് അത് ഡിലേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സ്ലൈഡിൽ ഇപ്പോൾ ഒരു കുട്ടി ഉറങ്ങുന്നത് കാണാൻ കഴിയും. അത് നല്ല ഒരു ഡീപ്പ് സ്ലീപ്പാണ്. സ്ലീപ്പ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ്സ് എ മെഡിറ്റേഷൻ. ഉറക്കം എന്നുള്ളത് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. ഇറ്റ്സ് എ മെഡിറ്റേഷൻ. ഉറങ്ങുക എന്നുള്ളത് ഒരു മെഡിറ്റേഷൻ കൂടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഉറക്കം വഴി, ഡീപ്പ് സ്ലീപ്പ് വഴി നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, വുളൂവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. വുളൂ എടുത്തിട്ടേ നമ്മൾ ഉറങ്ങൂ എന്ന് നമ്മൾ ശപഥം ചെയ്തു. വുളൂ എടുത്ത് ഉറങ്ങുന്ന ഒരാൾക്ക് അതിൻ്റെ സയൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ആ വുളൂ കൊണ്ട് ഡീപ്പ് സ്ലീപ്പ് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. വുളൂവിൻ്റെ ഇന്നലെ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്തൊക്കെ വുളൂവിൽ ലഭിക്കുന്ന ഗുണങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വന്നു വുളൂ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ തരത്തിൽ വുളൂ എടുത്ത് ഉറങ്ങിയൊരു മനുഷ്യൻ, ഡീപ്പ് സ്ലീപ്പ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു കോൺഷ്യസ് ലെവലിലേക്ക്, ബോധപൂർവമായൊരു തലത്തിലേക്ക് ഉയരുന്നത് സ്ലീപ്പ് വഴിയാണ്, ഉറക്കം വഴിയാണ്. ഒരു 2 മണി നമ്മൾ ഉറങ്ങി, ഒരു 10 മണി 11 മണിക്ക് ഉറങ്ങി, ഒരു 2 മണി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും, 2 മണി സമയം എത്തുമ്പോഴേക്കും നമ്മുടെ ബ്രെയിന് ഒരു കോൺഷ്യസ് ലെവലിലേക്ക് ഇൻറ്റർപ്രട്ട് ചെയ്യുന്നുണ്ട്. ഒരു കോൺഷ്യസ് ലെവലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിനൊക്കെ അത് ഇൻറ്റർപ്രട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടു മണി ആ സമയം കഴിഞ്ഞ് നമ്മുടെ അന്ന് നമ്മൾ ചെയ്ത, അതായത് രാത്രി നമ്മൾ ചെയ്ത അല്ലെങ്കിൽ അന്ന് പകൽ നമ്മൾ ചെയ്ത പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ആക്ഷനും ഈ 2 മണി ആ സമയത്ത് നടക്കുന്നുണ്ട്. ഉറങ്ങി 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, ഒരു 4-ാമത്തെ മണിക്കൂർ. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ആക്ടിവിറ്റീസിനൊക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ആക്ഷനാണ് ആ ടൈമിൽ നടക്കുന്നത്, ഉറക്കത്തിലാണ്. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് മെലാറ്റോണിൻ്റെ ആക്ഷൻ അത് പീക്ക് ലെവലിലേക്ക് തന്നെ വരും. ഏകദേശം ഒരു 2 to 4 2 മണിയുടെയും 4 മണിയുടെയും ഇടയിൽ മെലറ്റോണിൻ്റെ ആക്ഷൻ അത് പീക്ക് ലെവലിൽ തന്നെ നടക്കും എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. എന്തൊക്കെയാണ് കഴിയുന്നത്? നമ്മുടെ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ആക്ഷൻ ആ ടൈമിൽ നടക്കുന്നുണ്ട്. ശരീരത്തിൽ മെലാറ്റോണിൻ്റെ ആക്ഷൻ പീക്ക് ലെവലിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള നമ്മൾ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നത്. ഒരു 4 മണി സമയത്ത് 2 to 4 വരെയാണ് ഈ രാസപ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ആ രാസപ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഒരു 4 മണി 4:30 ആ സമയത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഈ തഹജ്ജുദ്
നിസ്കരിക്കുന്ന ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 2 to 4 ആ ടൈം വരെ മെലാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി. ഈ മെലാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും മെലാറ്റോണിൻ എന്ന ഈ ഒരു ഹോർമോൺ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യുന്നറിയോ? ബ്രെയിനിനെ റിപ്പയർ ചെയ്യും. മനസ്സിലായില്ല? നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലേക്ക് അതിനെ റിപ്പയർ ചെയ്യുന്ന പണി ആരെടുക്കുന്നുണ്ട്? മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഈ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അപ്പോൾ 2 to 4 വരെ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ ആണ് ഈ നമ്മുടെ ബ്രെയിനിനെ റിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ആ ടൈമിൽ നമ്മൾ ഇന്നലെ പഠിച്ച വുദു എടുത്തുകൊണ്ട് തഹജ്ജുദിന് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ മുസ്ലിമീങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ലിംഫാറ്റിക് ഡ്രൈനേജ് ആക്ടിവിറ്റി അത് നടക്കുന്നുണ്ട്. ഈ സമയത്ത് ലിംഫാറ്റിക് ഡ്രൈനേജ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ് നമ്മൾ നിസ്കരിക്കുന്ന ആ ടൈം. അതുമൂലം ന്യൂറോളജിക് ഡിസീസ് ആയിട്ടുള്ള പാർക്കിൻസൺ പോലെയുള്ള രോഗങ്ങൾ നമുക്ക് വരാൻ എന്ത് ചെയ്യും? ഡിലേ എടുക്കും, ടൈം എടുക്കും. അപ്പം ആ തരത്തിൽ ഉള്ള പഠനങ്ങൾ പാർക്കിൻസൺ എന്നൊക്കെ പറയുന്നത് സ്ക്രീനിൽ കാണാൻ കഴിയും. പ്രായാധിക്യം ആ സമയത്ത് ഒരു ആഫ്റ്റർ 50 വയസ്സൊക്കെ അല്ലെങ്കിൽ ഒരു 55 വയസ്സിനൊക്കെ ശേഷം വരുന്ന പാർക്കിൻസൺ എന്ന രോഗം, അതിനൊക്കെ ഒരു പ്രായമുള്ള ഒരാൾ കണ്ടോ? അദ്ദേഹത്തിന് ധാരാളം ഈ തരത്തിലുള്ള ഡിസീസുകൾ, കുറേ പ്രശ്നങ്ങൾ, ആ പ്രായം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള ഈ പറയുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ലൈക്ക് പാർക്കിൻസൺ, ചെറിയൊരു ഉദാഹരണം, ഇതൊക്കെ വരാൻ ഡിലേ എടുക്കുന്നതാണ്. ഡിലേ എടുക്കുമെന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, കുറച്ച് കഴിഞ്ഞിട്ടേ വരും. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആത്മീയ ഗുണങ്ങൾ വേറെ, ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ വേറെ, ഈ 2 ഗുണങ്ങളും സമ്മേളിക്കുന്ന ഒരു മഹാപ്രതിഭാസം തന്നെയാണ് തഹജ്ജുദ് എന്ന് നമുക്ക് കാണാനും കണ്ടെത്താനും കഴിയും. ഈ തരത്തിൽ സയൻസിൻ്റെ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ തഹജ്ജുദിന് ഉണ്ട് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നായിരിക്കും നമ്മൾ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാം. ഈ തരത്തിലാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ തഹജ്ജുദിന് ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റമദാനിലെ വരുന്ന 21 ദിവസം, ഇന്ന് നാളെ പുലർച്ചെ മുതലുള്ള 21 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയി തഹജ്ജുദ് നിസ്കാരം ശീലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ റമദാനിൽ പുതിയൊരു ശീലം, നിസ്കാരത്തിന് ആഫ്റ്റർ റമദാൻ നമ്മുടെ ഒരു ശീലമായിട്ട് അത് മാറും. അങ്ങനെ മാറുന്ന തരത്തിലേക്ക് ഈ റമദാനിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ തരത്തിൽ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസ് അത് വരുന്നതിൻ്റെ ഒരു സമയം, ആ ടൈം ഡിലേ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ന്യൂറോളജിക്കൽ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഈ പറയുന്ന ന്യൂറോളജിക്കൽ ഡിസീസിൽ പെടും. ഇപ്പോൾ ലിംഫാറ്റിക് ഡ്രൈനേജ് ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ശരീരം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ശരീരം എന്നുള്ള ലെവലിലേക്ക് മാറും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉറക്കിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഈ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ഉള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചർച്ച ചെയ്തത്. നമുക്ക് അവിടെ കാണാൻ കഴിയും പലതരത്തിലുള്ള പഠനങ്ങളാണ്. അതിൽ ലിംഫാറ്റിക് ഡ്രൈനേജിൻ്റെ മെഡിക്കൽ അറ്റൻഷനും ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ക്ലീൻനെസ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. സോ ഈ തരത്തിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ഇത്രയും ഗുണങ്ങളുള്ളപ്പോൾ നമ്മൾ അത് ശീലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അത് ശീലിക്കുന്ന ആളാണ് നമ്മളെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇത്രയും ഗുണങ്ങൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ തരത്തിലേക്ക് ആരാധനകളെ വെറുമൊരു ആരാധനയെ മാത്രമായി കാണാതെ അതിനുള്ളിലൊക്കെ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളിലേക്ക് ചുരുളയിക്കാനുള്ള സെഷനാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് നാളെ നിസ്കാരത്തിലേക്ക് ഡയറക്റ്റ് നമ്മൾ കിടക്കുകയാണ്. ഓരോ പൊസിഷനിലും നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, ആ കൽപ്പനക്ക് നമുക്ക് ലഭിക്കുന്ന സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്, വളരെ ഡീപ്പായി തന്നെ ഇൻഷാ അല്ലാഹ്. ഇത്രയും സമയം ഈ ഒരു സെഷൻ കേട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് അതിവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.